സജ്ജനങ്ങളുടെ കൂടെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബിനോട് ചോദിച്ചു സുഹാബിമാർ, നബിയേ, നാളെ മരിച്ചു കിടക്കുമ്പോ അരികത്ത് കിടക്കുന്ന ഖബർ ഒരു നല്ല മനുഷ്യന്റേതാവണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നോട് പറഞ്ഞു തരും, നിങ്ങളുടെ വീട്, ദുനിയാവിലെ വീട്, ആ വീടിന്റെ അയൽപക്ക താമസിക്കുന്ന ആൾ നല്ല മനുഷ്യനായാൽ ഗുണമുണ്ടോ, ചീത്ത മനുഷ്യനായാൽ ദോഷമുണ്ടോ? അവര് പറഞ്ഞു, തീർച്ചയായും നബിയെ. എങ്കിൽ ഖബറിലും അങ്ങനെയാണ്. നിങ്ങളുടെ തൊട്ടരികത്ത് കിടക്കുന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ ഒരു ആലിമോ ഒരു സ്വാലിഹായ മനുഷ്യനോ ആണെങ്കിൽ അവിടെ നടക്കുന്ന സ്വർഗത്തിന്റെ സുഗന്ധവും പരിമളവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. തൊട്ടടുത്തുള്ള ആൾ അദാബിലാണെങ്കിൽ ആ നരകത്തിന്റെ ഭയാനകമായ ഒച്ചകളും ബഹളങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനോട് മരിച്ചു കിടക്കുമ്പോഴും തൊട്ടരികത്ത് കിടക്കുന്ന ഖബർ ഒരു നല്ല മനുഷ്യന്റേതാവണേ എന്ന് ദുആ ഇറക്കണേന്ന അള്ളാഹുവിനോട് നമ്മൾ അതുകൊണ്ടാ ദുആ ചെയ്യുന്നത്. ജീവിച്ചിരിക്കുമ്പോഴും നാളെ മരിച്ചാലും മരിച്ചു കഴിഞ്ഞ് മഹ്ശറയിലേക്ക് വരുമ്പോഴും അള്ളാഹു നമുക്ക് മുഅ്മിനീങ്ങളുടെ സുഹ്ബത്തും അവരുടെ ശഫാഅത്തും